കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. കർത്താവ് ഒരുക്കിയ വിടുതലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആരാധനയുടെ മനോഭാവം അവർ ദൈവസന്നിധിയിൽ പകരുന്നതായിരിക്കുന്ന അനുഗ്രഹീത കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമുള്ളതുപോലെ കർത്താവിന്റെ ട്രയംഫൽ എൻട്രി അല്ലെങ്കിൽ വിജയകരമായിരിക്കുന്ന യെരുശലേം പ്രവേശനം കർത്താവ് പെസഹായ്ക്ക് തൊട്ട് മുമ്പ് അല്ല പെസഹയോടുള്ള ബന്ധത്തിൽ യെരുശലേമിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് ഇവിടെ നൽകുന്നത്. 4 സുവിശേഷകന്മാരും 4 സുവിശേഷ രചയിതാക്കളും ഒരുപോലെ എടുത്തു പറയുന്ന ഒരു പ്രധാന വിഷയമാണ് കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള വരവ്. എന്നാൽ ഇതിനകത്ത് യോഹന്നാൻ എടുക്കുന്ന നിലപാടും മറ്റ് സുവിശേഷകന്മാർ പറയുന്ന വിവരണങ്ങളും തമ്മിൽ ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടും ചില കാര്യങ്ങൾ വിട്ട് നിൽക്കുന്നതായിട്ടും കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ വിഷയം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യത്തിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. അപ്പോൾ കർത്താവിനെ എതിരേൽക്കുന്ന ആ ഒരു രംഗം ഏറ്റവും സന്തോഷമായി അവിടെ നമ്മൾ ആർത്തു വിളിച്ചു അല്ലെ ആർപ്പ് വിളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ഹോശന്ന ഇസ്രായേലിന്റെ രാജാവായി വരുന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന ആർത്തു. ഇത് ജനങ്ങളുടെ മനോഭാവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യത്തിൽ വരുമ്പോൾ ഇതേ സന്ദർഭം തന്നെ അവിടെ നടക്കുമ്പോൾ ജനം ആർത്തു വിളിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത അവിടെ പറയുന്നുണ്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇവിടെ യെരുശലേമിലേക്ക് കർത്താവ് വരുമ്പോൾ ജനം ആർത്തു വിളിക്കുകയും കർത്താവിന്റെ ഹൃദയത്തിൽ യെരുശലേമിന് വന്നു ഭവിക്കാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു സമ്മിശ്ര പ്രതികരണമാണ്. ജനങ്ങൾ ഒരു നിലയിൽ കാണുന്നു, ശിഷ്യന്മാർ ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്നു. കർത്താവിൻ്റെതായ കാഴ്ചപ്പാടിൽ വിഷയങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കർത്താവിന്റെ പ്രവേശനം അല്ലെങ്കിൽ നഗരപ്രവേശനത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു വരുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രംഗത്തേക്ക് ഒരു സീനാണ് അടുത്ത് വരുന്നത്. കർത്താവ് ഇത്രയും കാലം താൻ വാസ്തവത്തിൽ ആരാണ് എന്നുള്ള വിഷയം മറച്ചു വെച്ചു. ചിലർക്കൊക്കെ ആ കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാര്, പ്രത്യേകിച്ച് പത്രോസ്, നീ ക്രിസ്തു ആണ് എന്ന് പറയുമ്പോൾ ഇത് പുറത്തുള്ളവരോട് പറയരുത് എന്ന് മത്തായി സുവിശേഷം 16:20 പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 16:20 അവിടെ നമ്മൾ വായിക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ആണ് എന്ന് പത്രോസ് പറയുമ്പോൾ ഇത് നിങ്ങൾ മറ്റാരോടും പറയരുത്. കർത്താവിനെ തിരിച്ചറിഞ്ഞ വ്യക്തി മറ്റുള്ളവരോട് അത് പറയാനായിട്ടൊരു നാഴികയുണ്ട് എന്നുള്ള വിഷയമാണ് കർത്താവിടെ ഓർപ്പിക്കുന്നത്. വളരെ ചുരുക്കം പേരോടാണ് കർത്താവ് ഈ സത്യം എന്ന് പറഞ്ഞാൽ താൻ വാസ്തവത്തിൽ ആരാണ് എന്നുള്ള വിഷയം റിവീൽ ചെയ്തത്. തന്റെ പ്രവൃത്തികളിലൂടെ താൻ മിശിഹയാണ് എന്നുള്ള കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും അത് ഉൾക്കൊള്ളുവാനായിട്ട് യഹൂദന്മാർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് ആ കാര്യത്തിൽ കർത്താവിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ രംഗത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ കർത്താവിന്റെ ജീവചരിത്രം എഴുതി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ആ നാഴിക അടുത്തു എന്നുള്ള വിഷയമാണ്. അതായത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അവസാനിച്ച് കർത്താവ് തന്റെ വരവിന്റെ ഉദ്ദേശത്തിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കർത്താവ് നീങ്ങുന്നു. അതിന് ചുരുക്കം ദിവസങ്ങൾ കൂടി മുമ്പിലുണ്ട്, ചുരുക്കം സമയം. അത് തന്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാനായിട്ടാണ് കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 12-ാം അധ്യായം പരസ്യ ശുശ്രൂഷയുടെ അവസാനവും രഹസ്യ, അതായത് ശിഷ്യന്മാരുമായിട്ടുള്ള പ്രൈവറ്റ് മിനിസ്റ്ററുടെ ഒരു ആരംഭം കൂടിയായിട്ടാണ് നിൽക്കുന്നത്. 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ തന്നെ ശിഷ്യന്മാരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ ഈ 12 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി തരുന്ന ഒരു വിഷയം, കർത്താവ് ഇത്രയും കാലം ഇവരോട് കൂടെ ഇരുന്ന് പരസ്യമായിട്ട് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവ് ഇവരോട് ഇടപെട്ടു.
ഇടപെട്ടിട്ട് തന്റെ ദൈവത്വം താൻ കൃത്യമായിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എങ്കിലും യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. പലർക്കും ഈ കാര്യങ്ങൾ വെളിപ്പെട്ട് ഒന്നിരണ്ട് സ്ഥലത്ത് ഭൂതങ്ങൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് കർത്താവിനെ തിരിച്ചറിയുന്നുണ്ട്. ശമര്യക്കാരുടെ അടുത്ത് കർത്താവ് കൃത്യമായിട്ട് താൻ ക്രിസ്തു ആണ്, അവർ ക്രിസ്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനാണ് ക്രിസ്തു എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ പബ്ലിക്കായിട്ട് പൊതുവായിട്ട് താൻ തന്നെ പരിചയപ്പെടുത്തുന്ന നിമിഷങ്ങളിലേക്ക് അടുത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് 2-3 വിഷയങ്ങൾ ഇവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഒന്ന്, യഹൂദന്മാർ പ്രതീക്ഷിക്കുന്ന മശിഹ എന്ന് പറയുന്നത് ഇസ്രയേലിന് രാജാവായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് മശിഹയെ യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നത്. അത് മശിഹയുടെ വരവിന്റെ ഒരു വശം മാത്രമാണ്. എന്നാൽ കർത്താവിന്റെ വരവിന് 2 തലങ്ങളും ഉണ്ട് എന്നുള്ള വിഷയം അത് അവർക്ക് മറവാണ്. അതാണ് നമുക്കിവിടെ വെളിപ്പെടുന്ന വിഷയവും. നമ്മൾ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ, അതായത് ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വലിയൊരു ഒരു പോസിറ്റീവായിട്ട് ഒരു വേവ്, യേശു മരിച്ച 4 ദിവസമായ ലാസർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു ചരിത്ര സംഭവം, ആ വസ്തുത കേൾക്കുന്ന യഹൂദന്മാരുടെ ഉള്ളിൽ, യേശുവിനോട് എതിർപ്പുണ്ടായിരുന്ന ആളുകളുടെ ഉള്ളിലും, മരിച്ച 4 ദിവസമായ ലാസറിനെ ഉയർപ്പിക്കാൻ പ്രാപ്തനായ ദൈവം അല്ലെങ്കിൽ യേശു ഇസ്രായേലിന്റെ അവസ്ഥ, അതായത് നമുക്കറിയാം കർത്താവ് ആയിരിക്കുന്ന സമയത്ത് ഇവർ റോമൻ ആധിപത്യത്തിന് കീഴിലാണ്. അവിടെ ഇവർ പ്രവാസത്തിൽ അല്ലെങ്കിൽ ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ ഇവർ കടന്നു പോവുകയാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇവരെ ഉദ്ധരിക്കുവാനായിട്ട്, ഇവർക്ക് വിടുതൽ ഒരുക്കുവാനായിട്ട് യേശുവിന് കഴിയുമെന്നൊരു പ്രതീക്ഷയോടെയാണ് ഇവര് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറയും. യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ പുരുഷാരം, നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്ന വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട്, വലിയൊരു പുരുഷാരം യേശു വരുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ ഈ അനുഗമനത്തിൽ അവരെടുത്ത് പറയുന്ന ഒരു പാട്ടിന്റെ വാക്കാണ് ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. അപ്പോൾ വാഗ്ദത്ത മശിഹയായിട്ട് രക്ഷിതാവായിട്ട് ക്രിസ്തു വരും എന്നുള്ള പ്രവചനം അവിടെ നിൽക്കുമ്പോൾ ഇവര് യേശു ക്രിസ്തുവിനെ രാജാവായിട്ട്, ഇപ്പോൾ തന്നെ അവർക്ക് വിടുതൽ കൊടുക്കുന്ന ഒരാക്ഷരി ദാവീദിന്റെ സന്തതിയായിട്ട് വരുന്ന രാജാവായിട്ട് പ്രതീക്ഷിക്കുക. അപ്പോൾ യേശുവിനെ രാജാവായിട്ട് ഇവരെ എഴുന്നള്ളിച്ച് കഴുതപ്പുറത്ത്, കർത്താവ് കുതിരപ്പുറത്ത് വരുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ചോയ്സ് ആയിട്ട് അവരതിനെ കാണുകയാണ്, കഴുതേനെ തെരഞ്ഞെടുത്തത്. അപ്പോൾ അവരെങ്കിലും അവരുടെ റോഡിൽ മുഴുവൻ കുരുത്തോലൊക്കെയിട്ട് കർത്താവിനെ ഒരു രാജാവായിട്ട് സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 2 വാക്യങ്ങളിലും പ്രധാനമായിട്ട് 2 പ്രവചന ഭാഗങ്ങൾ നിറവേറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ ഭാഗം ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. 118-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണ് ഈ വേദഭാഗം. സങ്കീർത്തനം 118-ന്റെ 26. അവിടെ മശിഹയെ കാത്തിരിക്കുന്ന യഹൂദന്മാർക്ക് കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ കുറിച്ച് ഒരു സൂചന, പ്രവചനം ഉണ്ട്. അത് ഇവര് കർത്താവിനെ കുറിച്ച് സ്വീകരിച്ച് അവരെ വാക്ക് ഏറ്റുപാടിക്കൊണ്ട് അവര് കർത്താവിനെ മുന്നോട്ട് നയിക്കുകയാണ്. യേശു കഴുതപ്പുറത്ത് കയറി, അപ്പോൾ സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന പ്രവചനം, അത് സകര്യാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യമാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങളും ഇവർക്ക് മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് ഇപ്പോൾ തന്നെ ഒരു വിടുതൽ കൊടുക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. ജനങ്ങളുടെ സ്വഭാവം നമ്മൾ വായിക്കുന്ന വലിയ പുരുഷാരത്തിന്റെ കൺസെപ്റ്റ് എപ്പോഴും ഡിഫറെന്റ് ആണ് നമുക്കറിയാം. നമ്മൾ പിന്നീട് പൗലോസിന്റെ ജീവചരിത്രം പഠിക്കുമ്പോഴും ഭൂരിപക്ഷം അല്ലെങ്കിൽ ജനം എന്ന് പറഞ്ഞാൽ പൊതുജനം അവർ കൂടി വരുമ്പോൾ അവരുടെ ചിന്താഗതിയൊക്കെ ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനെ നമ്മൾ മോബ് മെന്റാലിറ്റി, ജനക്കൂട്ടം ഒരുമിച്ച് ഒരു വിഷയത്തിൽ വരുമ്പോൾ കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിലും ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പൊതുവായ വിഷയം ഉണ്ടാകുമ്പോൾ ശരിയായ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ കുറെ ഓളി ഇട്ടുകൊണ്ട് ബഹളം ഇട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കർത്താവിന് ഹോശന്ന പാടുമ്പോൾ ഈ വലിയ പുരുഷാരവും ഹോശന്ന പാടുകയാണ്. എന്നാൽ ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റാണ്. അപ്പോൾ ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതേ പ്രശ്നമുണ്ട്. വാസ്തവമായും രക്ഷയുടെ അനുഭവത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനോടുള്ള സമർപ്പണത്തിലും വിധേയത്വത്തിലും ജീവിക്കുന്ന വിശ്വാസികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന രക്ഷയുടെ അനുഭവം ഇല്ലാത്ത ആളുകളുമുണ്ട്. ക്രിസ്തീയ സമൂഹത്തിലുണ്ട്, സഭകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഔട്ട്വേർഡ് ആയിട്ട് പൊതുവെ നോക്കുമ്പോൾ എല്ലാം ഒരേ ലക്ഷ്യത്തിലാണ് എന്ന് കഴിഞ്ഞാൽ ഇവരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റാണ്. അപ്പോൾ ഇവിടെ ഈ പൊതുജനം, കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ വാഗ്ദത്ത മശിഹയായിട്ട് അംഗീകരിച്ച് കർത്താവിനെ സ്തുതി പാടുമ്പോൾ
പൊതുജനം അല്ലെങ്കിൽ ഈ പുരുഷാരം എന്ന് പറയുന്നത് കർത്താവിനെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. ആ കാഴ്ചപ്പാട് നടക്കാതെ വരുമ്പോൾ നമ്മൾ തുടർന്ന് മുന്നോട്ടുള്ള അധ്യായങ്ങൾ വായിച്ച് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഹോശന്ന ഇതാ രാജാവ് വരുന്നു എന്ന് പറയുന്നത്, യഹൂദന്മാർ ഇസ്രായേലിന്റെ രാജാവ് കഴുത കുട്ടിപ്പുറത്ത് വരുന്നു എന്ന് ആർത്തു വിളിക്കുന്ന ജനം അവിടെ പറയുന്ന വിഷയം അവനെ ക്രൂശിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ കർത്താവിന് ഹോശന്ന പടി ഞങ്ങളെ രക്ഷിക്കുക എന്ന് ആർത്തു. അതൊരു കരച്ചിലായിരിക്കാം, വിലാപമായിരിക്കാം, കീർത്തനമായിരിക്കാം. പക്ഷെ വാക്കിന്റെ അർത്ഥം രക്ഷിക്കുക എന്നാണ്. നമ്മൾ ഇന്നത്തെ ഭാഷ രക്ഷിതാവ്, ഇതാ രക്ഷിതാവ് വരുന്നു എന്ന് പറയുമ്പോൾ പുരുഷാരത്തിന്റെ ഉള്ളിലെ രക്ഷിതാവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാ. എന്നാൽ റോമൻ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ. എന്നാൽ കർത്താവിൽ വാസ്തവമായി വിശ്വസിക്കുന്ന ഈ മാർത്ത മറിയ പോലെയുള്ളവരുടെയൊക്കെ ഹൃദയത്തിൽ അവരുടെ രക്ഷിതാവായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സമ്മിശ്ര വികാരങ്ങളുള്ള ഈ ഒരു കൾച്ചറിൽ, ഈ ഒരു ജനക്കൂട്ടത്തിൽ അവരുടെ മനോഭാവം, അവർ യേശുവിനെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ അവർ പറയുന്ന വിഷയം അവനെ ക്രൂശിക്കുക എന്ന. അതിനകത്ത് പുരുഷാരം, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ക്രൂശിക്കുക. കാരണം എന്താ? അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഭൗതികമായിട്ട് അവർക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു രക്ഷിതാവിനെയാണ്. മശിഹയെ കുറിച്ച് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ സഫറിങ് സെർവന്റ് ആയിട്ട് അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ദാസനായിട്ട് അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരു മശിഹയായിട്ടാണ് കർത്താവിനെ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലൊക്കെ കർത്താവ് വരുന്നതിന്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് രാജാവായിട്ട്, ആക്ഷരികമായിട്ട് രാജാവായിട്ട് മശിഹ വരുന്നു എന്നുള്ള വിഷയം പറഞ്ഞു. എന്നാൽ ഇതിനകത്തുള്ള ഈ കാലത്തിന്റെ കണക്കൊന്നും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഇവിടെയും അതേ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ഒരുക്കുന്ന രക്ഷയെക്കുറിച്ച് ഇവർക്ക് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഈ പുരുഷാരത്തിന് വേണ്ട വിഷയം റോമൻ ആധിപത്യത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ വേണം. അതുകൊണ്ട് കർത്താവിൽ അവരൊരു ഹോശന്ന പാടി കർത്താവിനെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അത് കഴിഞ്ഞ് മുന്നോട്ട് താഴോട്ട് വരുമ്പോൾ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 19-ാം വാക്യത്തിൽ വരുമ്പോഴാണ് ശരിയായ നിലയിൽ ഈ ഒരു പ്രതികരണം. ഈ യഹൂദ മത നേതാക്കന്മാർക്ക് അവർ പറയുന്ന ഒരു വിഷയമുണ്ട്. പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഈ ഒരു സീൻ കണ്ടപ്പോൾ കർത്താവിന് ഈ വലിയൊരു പുരുഷാരം, നമുക്കറിയാം കർത്താവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരുണ്ട്, 5000 പേരും, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ അങ്ങനെ പോഷിപ്പിക്കപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ട്. കാരണം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാരെല്ലാം പെസഹ പെരുന്നാൾ യെരുശലേമിലേക്ക് വരും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പെസഹ. പ്രത്യേകിച്ച് മിസ്രൈമിൽ നിന്നുള്ള അവരുടെ വിടുതലിനെയാണ് പെസഹ അതിനോട് കൊടുത്തിരിക്കുന്ന ഓർമ്മയുടെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. അപ്പൊ അതുകൊണ്ട് എല്ലാ യഹൂദന്മാരും ഇസ്രായേലിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ജനങ്ങൾ രോഗസൗഖ്യം കിട്ടിയവരുണ്ട്, സാമ്പത്തികം കിട്ടിയവരുണ്ട്, ഉപദേശം ലഭിച്ചവരുണ്ട്, ആഹാരം കിട്ടിയവരുണ്ട്. ഇവരെല്ലാവരും കൂടി വന്ന് യേശുവിനെ ഇപ്പോൾ കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് ആനയിക്കുകയാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, കർത്താവ് അവരുടെ രാജാവായിട്ട് വരണം. എന്നാൽ ഈ ഒരു സീനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന ചില പ്രായോഗിക പാഠങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ പുരുഷാരം കർത്താവിനെ അനുഗമിക്കുന്നത് അവരുടെ താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെ ഇറ്റേണൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പ്രശ്നപരിഹാരം അവർക്ക് വേണ്ട. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അവരുടെ ആത്മീക പ്രശ്നത്തിന് ഒരു പരിഹാരം അവർക്ക് വേണ്ട, അവരുടെ ഭൗതിക വിഷയങ്ങൾക്ക് അവർക്ക് പരിഹാരം മതി. അവർക്കൊരു രാജാവിനെ വേണം. ലക്ഷ്യം എത്ര ഉള്ളൂ? റോമൻ ഭരണകൂടം നൽകുന്ന ആ അടിച്ചമർത്തൽ സിസ്റ്റത്തിൽ നിന്ന്, അവരുടെ ഭരണത്തിന് കീഴിൽ നിന്ന് ഇവർക്കൊരു വിടുതൽ വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഇവർക്ക് സമയത്ത് ആഹാരം വേണം, രോഗസൗഖ്യം വേണം. ഇതൊക്കെയാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇവ താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവർ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് എന്ത് പറ്റുന്നു? 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവര് കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് എന്ത് ലക്ഷ്യത്തിലാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾ എല്ലാ കാലത്തുമുണ്ട്. ഭൗമിക നേട്ടങ്ങൾക്ക് എന്നറിയാം, സുവിശേഷ യോഗങ്ങൾക്കൊക്കെ ആളുകൾ പലയിടത്തും എത്തുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. പിന്നെ കടബാധ്യതകൾ മാറാൻ വേണ്ടി,
ഭൂതബാധ മാറാൻ വേണ്ടി ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ യേശുവിന്റെ നാമമുള്ളിടത്തൊക്കെ ചെല്ലുന്നു. അവർ യേശുവിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി അവർ ലാഭം കുയ്യുന്നു. അപ്പോൾ ഇതെല്ലാ കാലത്തും ഉണ്ട്. കർത്താവ് ഭൂമിയിലായിരിക്കണം. നമുക്കറിയാം ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം കർത്താവ് അക്ഷരികമായിട്ട് യെരൂശലേമിൽ ഉള്ള സമയം. ആ സമയത്ത് പോലും യഹൂദന്മാരായിരിക്കുന്നവർക്ക് താൽക്കാലിക ലക്ഷ്യം, അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന, രാജ്യപരമായിരിക്കുന്ന, ഭൗമികമായിരിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഒരു കർത്താവിനെ അവർക്ക് മതി. അവരുടെ ആത്മീക പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന കർത്താവിനെ കുറിച്ച് അവർക്ക് ഒരു ഉൾക്കാഴ്ചയും ഇല്ല. ഈ മതപുരോഹിതന്മാർ പറയുന്ന വാക്കതാണ്. ഈ ജനങ്ങളെല്ലാം കൂടെ പോയപ്പോൾ ഇവരുടെ പ്രശ്നം യേശുവിനെ കൊല്ലുവാനായിട്ട് ഈ രാഷ്ട്രം, യേശു കർത്താവ് അധികാരത്തിലേക്ക് വരുന്നത് ഈ മത മേലധ്യക്ഷന്മാർക്ക് അവരുടെ കയ്യിൽ നിന്ന് യഹൂദന്മാരുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയാണ്. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമോ കർത്താവ് ആരെന്നതിനുള്ള തിരിച്ചറിവോ അവർക്കില്ല. അപ്പോൾ ആ ഒരു നിലയിലേക്ക് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം തരുന്ന ഒരു പ്രബോധനം, നാം കർത്താവിൽ ആശ്രയിക്കുന്നത് താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ നാം ജീവിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുന്നത് നമ്മുടെ ഭൗമിക ആവശ്യങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആയിരിക്കരുത്. നമ്മൾ കർത്താവിനെ വാസ്തവമായും മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? കർത്താവിനെ അനുഗമിക്കുക. അങ്ങനെ അനുഗമിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ തള്ളി പറയുവാൻ നമുക്ക് യാതൊരു മടിയുണ്ടായില്ല. എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം നടക്കാതെ വരുമ്പോൾ അവനെ ക്രൂശിക്കുക. ഇത് തികച്ചും മാനുഷികമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇന്ന് നമ്മൾ മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിഷയമുണ്ട്. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിലയിൽ ആ വ്യക്തി ആയി തീരാതിരിക്കുകയോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഉപരിയായ നിലയിൽ വ്യക്തി വളർന്നു പോവുകയോ വലുതായി തീരുകയോ ചെയ്താൽ അവനെ ക്രൂശിക്കുക എന്ന്, അല്ലെങ്കിൽ അവനെതിരെ ഒരു വിരോധമായിരിക്കുന്ന അസൂയയുടെ ഒരു തലം നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വരും. ഇത് മനുഷ്യന്റെ പാപപ്രകൃതിയിൽ നിന്നുള്ള ഒരു പ്രതിഫലനമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച്, കർത്താവിൽ നമ്മൾ ആശ്രയിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത് താൽക്കാലിക ലക്ഷ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുവാനായിട്ട് പാടില്ല എന്നതാണ് ഇവിടെ പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആത്മീക ഗുണപാഠം. രണ്ടാമത്തെ വിഷയം, യേശുക്രിസ്തു വാസ്തവത്തിൽ ആരെന്ന് മനസ്സിലാക്കി അനുഗമിക്കണം. ഇവിടെ യേശു കർത്താവിനെ ഇവര് ഹോശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവരെന്ന് പറയുന്നത് യേശു കർത്താവിന്റെ രാജ്യത്വം, അല്ലെങ്കിൽ യേശുക്രിസ്തു മശിഹയായിട്ട് വരുമ്പോൾ അവൻ രാജാവായി വാഴും എന്നുള്ള ആ ഒരു തലം മാത്രം ഉള്ളിൽ കണ്ടുകൊണ്ടാണ്. ഒരു രക്ഷിതാവായിട്ട് ഇവർക്ക് കർത്താവിനെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് അവർക്ക് പറ്റിയ പരാജയം. അവിടെ രക്ഷിതാവും കർത്താവുമായിട്ട് കർത്താവിനെ മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ വിജയം. ചുരുക്കം പേർക്ക് അത് കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചുരുക്കം പേർക്കാണ് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്. ഇവൻ കർത്താവിന്റെ ശിഷ്യന്മാർ പോലും നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത് കർത്താവ് മരിച്ച് പുനരുദ്ധാനം ചെയ്തതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞ പല വാക്കുകളുടെ ആശയം. നമ്മൾ അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും ഈ കർത്താവ് പറഞ്ഞ വാക്കിന്റെ ആശയങ്ങളെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത് കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം. നമുക്ക് ലഭിച്ച ഭാഗ്യം, കർത്താവ് ഈ പുനരുദ്ധാനം ഒക്കെ ചെയ്ത ഈ കാര്യങ്ങൾ ചരിത്രമായിട്ടും അനുഭവ സാക്ഷ്യമായിട്ടും ഒക്കെയും കർത്താവിന്റെ ദാസന്മാർ എഴുതി ആലേഖനം ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട്. എന്നാൽ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് പറയുന്ന പല കാര്യങ്ങളും അവർക്കും വേണ്ടുവോളം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് വാസ്തവത്തിൽ മശിഹയാണ് എന്നുള്ള വിഷയം ശരിയായ നിലയിൽ ഉൾക്കൊള്ളണമെന്ന് കർത്താവിന്റെ ദൈവവചനം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പൊ കർത്താവിനെ വാസ്തവമായിട്ട് അറിയുന്നത് 3 നിലകളിൽ നമുക്കിവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, യേശുവിൽ നിറവേറിയ പ്രവചനങ്ങൾ, പഴയ നിയമ പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൽ നിറവേറിയിട്ടുള്ളത് കൊണ്ട് യേശുവാണ് വാഗ്ദത്ത മശിഹ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളിവിടെ 2 നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഉടനീളം പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ പഴയ നിയമത്തിലുള്ള പ്രവചന ഉദ്ധരണികൾ ധാരാളമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഒരുക്കുന്ന രക്ഷയെക്കുറിച്ച്, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചൊക്കെ പ്രവചനമായിട്ട് പഴയ നിയമത്തിൽ പറയുകയും അത് പുതിയ നിയമത്തിൽ കർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ലേഖനം എഴുതുമ്പോൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൽ നിറവേറിയ പ്രവചനങ്ങൾ യേശുക്രിസ്തുവാണ് വാഗ്ദത്ത മശിഹ എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ യേശു കർത്താവിൽ പഴയ മശിഹയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറിയിട്ടുള്ളത് കൊണ്ട് യേശുക്രിസ്തുവാണ് വാഗ്ദത്ത മശിഹ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് 2 വേദഭാഗങ്ങളുണ്ട്. സങ്കീർത്തനം 118 25, 26, സഖര്യാവ് 9:9 ഓൾറെഡി ആ വാക്യങ്ങൾ പറഞ്ഞതാണ്. അവിടെ യഹൂദന്മാരുടെ രാജാവായി വരുന്നവൻ വിനയമുള്ളവനെ, കഴുതക്കുട്ടിപ്പുറത്ത് കർത്താവ് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് വിനയമുള്ളവനായിട്ട് വരുന്നു. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ
ദാസവേഷമെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ നമുക്ക് വേണ്ടി അവൻ അകൃത്യയാഗമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവ് വാഗ്ദത്ത മെശിഹയായിട്ട് വരുന്നവൻ, ഇസ്രായേലിന്റെ രാജാവായി വരുന്നവൻ, ദാവീദിന്റെ സന്തതിയായിട്ട് വരുന്നവൻ രാജാവായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ രാജാവിന്റെ വരവിന് രണ്ട് തലങ്ങൾ. കർത്താവ് രാജാവായിട്ട് വരുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരുക്കുന്ന വിഷയം എന്ന് പറയുന്നത് രക്ഷയാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയ പ്രവചനങ്ങളിൽ പ്രൈമറി ആയിട്ടുള്ള വിഷയം മാനവരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മളത് കാണുന്നുണ്ട്. ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. 1 യോഹന്നാൻ 2:2 വരുമ്പോൾ നമ്മുടെ പാപത്തിനു വേണ്ടിയല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവിന്റെ പ്രായശ്ചിത്ത മരണം അല്ലെങ്കിൽ രക്ഷ ഒരുക്കുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മീക പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്നതാണ് കർത്താവ്, അല്ലെങ്കിൽ ആത്മീക അടിമത്വം. നമ്മൾ കർത്താവ് ഈ വാക്യം നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു, അല്ലെങ്കിൽ അന്ധകാരത്തിലാണ് നമ്മളായിരുന്നത്. കർത്താവ് വെളിച്ചമായിട്ട് വന്നു എന്ന് കർത്താവ് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, ആത്മീക രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവിന്റെ വരവിന്റെ ഒരു തലം എന്ന് പറയുന്നത്. 2 തലങ്ങളുണ്ട്, ഒരു തലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യം കർത്താവ് വിനയമുള്ളതായി, ദൈവദാസനായി, മനുഷ്യർക്ക് രക്ഷ ഒഴുക്കുവാനായി കഴുതപ്പുറത്ത് വരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നു. അത് കർത്താവിന്റെ താഴ്മയെ, വിനയത്തെ, രക്ഷിതാവ് എന്നുള്ള നിലയിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന താഴ്മയുടെ മനോഭാവത്തെ കാണിക്കുന്നു. ഇതേ യോഹന്നാൻ തന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ കർത്താവിനെ തന്നെ വെള്ളക്കുതിരയുടെ മേൽ വരുന്ന രാജാവായിട്ട്, പടയാളിയായിട്ട്, പോരാളിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കർത്താവിന്റെ 2 അവസ്ഥകളെയും യോഹന്നാൻ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുന്നു. ഒന്ന്, കഴുതപ്പുറത്ത് വരുന്ന ദാസനായിട്ട് കർത്താവ് വരുന്നു. കർത്താവിന്റെ വരവിന്റെ ആദ്യ തലം എന്ന് പറയുന്നത് രക്ഷിതാവായിട്ട് കർത്താവ് വരികയാണ്. ദൈവിക യഹൂദന്മാരെ പ്രതീക്ഷിച്ചത് കുതിരപ്പുറത്ത് വരും, യുദ്ധം ചെയ്തും റോമൻ സൈന്യത്തെ കീഴ്പ്പെടുത്തും, യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് അവർക്കുണ്ടായ ആത്മീക പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന മശിഹയെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഈ പ്രവചനമൊക്കെ നിറവേറപ്പെടുന്നത് ഇവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിന്റെ സത്യം. ഇന്നും അനേകർ സുവിശേഷം കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യൻ നാമം ധരിച്ച അനേക ആളുകൾ ഉണ്ടെങ്കിലും കർത്താവ് വാസ്തവത്തിൽ രക്ഷിതാവാണ് എന്നുള്ള നിലയിൽ അംഗീകരിച്ചിരിക്കുന്നവർ വളരെ ചുരുക്കം വരാം. അല്ലാത്തവർക്ക് കേവലം ഒരു മത സംവിധാനമായിട്ട്, ഒരു പാരമ്പര്യ മത സിസ്റ്റമായിട്ടൊക്കെ അത് നിൽക്കുക. എന്നാൽ വാസ്തവമായും ഈ പ്രവചന നിറവേറൽ കർത്താവ് ആരെന്ന് മനസ്സിലാക്കിയവർക്കാണ് കർത്താവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. രണ്ടാമതായിട്ട്, ഒന്നാമതായി യേശുക്രിസ്തു നിറവേറിയ പ്രവചനങ്ങൾ യേശുക്രിസ്തുവാണ് വാഗ്ദത്ത മശിഹ എന്നത് തെളിയിക്കുന്നു. രണ്ടാമതായിട്ട്, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾ താനാണ് വാഗ്ദത്ത മശിഹ എന്ന് വെളിപ്പെടുത്തുന്നു. ലാസറിന്റെ പുനരുദ്ധാനത്തിന് തൊട്ട് ചേർത്താണ് യോഹന്നാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തോട്, അല്ലെങ്കിൽ നാഴിക, കർത്താവിന്റെ ക്രൂശീകരണത്തോട് ചേർന്ന് വരുന്ന സമയത്തിന് മുമ്പുള്ള അവസാനത്തെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് യോഹന്നാൻ മുഖാന്തരം ഈ ലാസറിന്റെ ഉയർപ്പിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ മരണത്തിന്മേലും പുനരുദ്ധാനത്തിന്മേലും കർത്താവിനുള്ള അധികാരത്തെ കർത്താവ് കാണിക്കുക. അപ്പൊ ഈ ലാസറിന്റെ ഉയർപ്പും കഴുതപ്പുറത്തുള്ള യാത്രയും കാണുമ്പോൾ ജനം യേശു കർത്താവ് രാജാവാണ്, മശിഹയാണെന്ന് മനസ്സിലാക്കി. പക്ഷെ യേശു കർത്താവിന്റെ ഒരു തലം മാത്രമേ അവർ മനസ്സിലാക്കുന്നുള്ളൂ. കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്, മരിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള വിഷയം ഈ വരുന്ന പുരുഷാരം അവർക്ക് വേണ്ടി മരിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വിഷയം അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ രാജാവായിട്ട് നിൽക്കുന്ന കർത്താവ് ആ നിലയിലേക്ക് വരാത്തത് കൊണ്ടാണ് അവരെ അവനെ ക്രൂശിക്കാൻ ഞങ്ങൾക്ക് അവനെ വേണ്ട എന്ന് തിരിച്ചു പറയുവാനായിട്ടുള്ള കാരണം. അപ്പോൾ യേശു കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വ്യക്തമായിട്ട് നിൽപ്പുണ്ടെങ്കിലും മരണത്തിന്മേലും പുനരുദ്ധാനത്തിന്മേലും കർത്താവ് അധികാരമുള്ളവനാണെന്ന് കാണിച്ചു. അതുപോലെ തന്നെ ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് കഴുതപ്പുറത്ത് കയറി വരുന്നതും ഒരു അത്ഭുത വിഷയമാണ്. ആ അത്ഭുതം കണ്ടിട്ടും അവർക്ക് കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, യേശു കർത്താവ് തന്റെ പ്രവൃത്തികൾ മുഖാന്തരം താൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നാണ്. ഇനി മൂന്നാമതായിട്ട്, പിതാവ് നിശ്ചയിച്ച സമയത്തിനനുസരിച്ച് തന്റെ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് നിയന്ത്രിക്കുന്നു. അതാണ് നമുക്ക് മൂന്നാമതായിട്ട് വാഗ്ദത്ത മശിഹയെ കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള കാരണമായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ അതിന്റെ 42-ാം വാക്യം വരുമ്പോഴത്തേക്കും, പിതാവേ നീ എന്റെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പിതാവും താനും ഒന്നാണ് എന്നുള്ള നിലയിലേക്ക് കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് നമ്മൾ നിൽക്കുന്ന വിഷയം എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുന്ന വിഷയവും, താഴെ നമ്മൾ വായിച്ച 12-ാം അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 23-ാം വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അവിടെ കർത്താവ്, പിതാവായ ദൈവം കർത്താവിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആ ടൈം ടേബിൾ. അപ്പോൾ എപ്പോഴാണ് കർത്താവ് പരസ്യമായിട്ട് തന്നെ വെളിപ്പെടുത്തേണ്ടത്, എപ്പോഴാണ് കർത്താവ് ക്രൂശിങ്കിലേക്ക് യാത്രയാകേണ്ടത്, മരിക്കേണ്ടത് എന്നുള്ള ആ ടൈം ടേബിൾ അത് ആകുന്നത് വരെ കർത്താവ് ചിലരുടെ മുമ്പിൽ പാർഷ്യലി അത് വെളിപ്പെടുത്തിയെങ്കിലും അത് പുറത്ത് പബ്ലിക്കാകാതെ സൂക്ഷിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കർത്താവ് തന്റെ പ്രവൃത്തികളിലൂടെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മൂന്നാമത് പറഞ്ഞ വിഷയം, പിതാവ് നിശ്ചയിച്ച സമയത്തിനനുസരിച്ച് തന്റെ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്നാണ്, ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് നിറവേറ്റുവാനായിട്ട് വന്നിരിക്കുന്നത്. നാഴിക വരുന്നത് വരെ കർത്താവ് എന്ത് ചെയ്തു? തന്നെ പിടിക്കുമെന്നുള്ള നിമിഷം വന്നപ്പോൾ കർത്താവ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട്, രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിടുത്തം കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ അപ്പോൾ കിട്ടിയാൽ അവർ കൊല്ലും. പക്ഷെ നാഴിക വന്നിട്ടില്ല. നാഴിക വരാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുക? അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവിക പ്രവർത്തന പദ്ധതിക്ക് വേണ്ടി സമ്പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാണ് കർത്താവിനെ വാസ്തവമായി മനസ്സിലാക്കുക എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടത്. ഒന്ന്, വാഗ്ദത്തം നശിക്കുകയാണെന്ന് കർത്താവിനെ മനസ്സിലാക്കി കർത്താവിനെ പിൻപറ്റുന്ന അവസ്ഥയിലേക്ക് വരണം. ഇവിടെ 23-ാം വാക്യത്തിൽ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 19-ാം വാക്യത്തിൽ നമ്മൾ ഓൾറെഡി വായിച്ചു. ഈ യെരൂശലേം യഹൂദന്മാരായിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി, പക്ഷെ അവർക്ക് ആത്യന്തികമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കർത്താവിനെ പല നിലകളിൽ കൂട്ടുവാനായിട്ട്, കർത്താവിന്റെ രക്ഷാ പദ്ധതിക്ക് തടസ്സം നിൽക്കുവാനായിട്ട് അവർ അവോട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒന്നും സാധിക്കുന്നില്ല. ജനം അവരുടെ പിന്നാലെ പോകുന്നു. അവർ ഓരോ ആംഗിളിൽ കൂടി മാത്രം ആ വിഷയം കാണുകയാണ്. എന്നാൽ 20 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ രക്ഷാ പദ്ധതിയിൽ കർത്താവ് ഒരു കാര്യം കൂടെ മുന്നോട്ട് വായിക്കാം. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1:11 വായിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശു കർത്താവ് വന്നത് സ്വന്തക്കാരുടെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലേക്കാണ്. യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വന്നു, എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ കർത്താവിന്റെ രക്ഷാ പദ്ധതി യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സർവ്വജനത്തിനും ഉള്ളതാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്, പശ്ചാത്തലമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. 20-ാം വാക്യത്തിൽ വരുമ്പോൾ, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിലേക്ക് യവനന്മാർക്ക്, ഗ്രീക്സിന് ഒരു കാരണവശാലും പ്രവേശനമില്ല, അവർ പാളയത്തിന് പുറത്താണ്. എന്നാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് ഇവർ വരുന്നതിന് കാരണം യഹൂദ വിശ്വാസം റോം അടക്കമുള്ള വിജാതീയ പ്രദേശങ്ങളിലേക്ക് സ്പ്രെഡ്, യഹൂദന്മാർ അവിടെ ഉള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൽ ആകൃഷ്ടരായി, യഹോവയിൽ ആകൃഷ്ടരായി അനേകർ ഈ പെസഹയുടെ ആ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് അവിടെ വരുന്നുണ്ട്. അവർക്ക് ദേവാലയത്തിനുള്ളിൽ പ്രവേശനം ഇല്ലെങ്കിലും അവർ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ യവനന്മാരുടെ പ്രത്യേകത, ഇവരെ കർത്താവിനെ കാണുവാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത് 23-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ഈ വിഷയം, അതായത് യവനന്മാർക്ക് കർത്താവിനെ കാണണം എന്നുള്ള താല്പര്യം അറിയിക്കുമ്പോൾ കർത്താവ് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും പറയുന്ന വിഷയമാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥമൊന്നും അവർക്കറിയത്തില്ല. കർത്താവിന്റെ തേജസ്കരണം എന്ന് പറയുന്ന വിഷയം ഏത് നിലയിലാണ് എന്നത് ഇവരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിഫറെന്റ് ആണ്. കർത്താവ് ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള വിഷയമാണ് കർത്താവ് മരിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള വിഷയമാണ് കർത്താവ് പറയുന്നത്. ഇവര് മറുരൂപമലയിൽ യേശുവിന്റെ രൂപം കണ്ടിട്ടുണ്ട്, യോഹന്നാൻ അടക്കമുള്ളവര്. അത് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റു ശിഷ്യന്മാർക്കും അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല. എന്നാൽ ഇവിടെ കർത്താവ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുമ്പോൾ, ഇവരോട് പറയുമ്പോൾ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇവിടെ ജാതികൾ ഇവർ കർത്താവിനെ കാണാൻ വരുമ്പോൾ ഈ വിഷയം ചേർത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം, സ്വന്തം ജനത്തിന് മാത്രമല്ല വിജാതികൾക്ക് കൂടി രക്ഷയുടെ വാതിൽ തുറക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള സന്ദേശം കർത്താവ് അവിടെ പറയുന്നു. അതുകൊണ്ടാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള ഒരു സന്തോഷം എന്ന് കർത്താവിന്റെ ജനത്തെങ്കിൽ പറയുന്ന സന്ദേശം നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ ഇവിടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കർത്താവ് എത്തിച്ചേരുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് സകല ജാതികളുടെയും ഇടയിലേക്ക് തുറക്കപ്പെടുന്ന ഒരവസ്ഥ. ഇവിടെ മെയിൻ വിഷയം സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അന്നെ കൈക്കൊണ്ടില്ല. കൈക്കൊള്ളാതിരിക്കാനുള്ള കാരണം അവര് പ്രതീക്ഷിച്ച നിലയിലല്ല കർത്താവിന്റെ വരവ്. ഒരു രാജാവായിട്ട് വരുന്നവൻ പശുത്തൊട്ടിയിലാണ് ജനിച്ചത്. രാജാവായി വരുന്നവൻ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്നു. സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ ശിഷ്യന്മാരാക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നെങ്കിലും താൻ ദൈവപുത്രനാന്ന് പറഞ്ഞ് തന്നത്തോട് സമനാക്കുമ്പോൾ ഇവർക്ക് ഒരിക്കലും അവനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇവർ യേശു കർത്താവിനെ ഉള്ളുകൊണ്ട് തിരസ്കരിച്ച്, എന്നാൽ യേശു ക്രിസ്തു വിടുവിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യമാണ് എന്ന് ചിന്തിച്ച് പുറകെ കൂട്ടിയിരിക്കുന്ന ആളുകളാണ് ഈ ജനം. എന്നാൽ അവരുടെ മുമ്പാകെ വിജാതികൾ വന്ന് യെരൂശലേമിൽ നമസ്കരിക്കാനായിട്ട് വരുമ്പോൾ, അവർ വന്നു കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതായത് ദൈവിക പദ്ധതി, പുത്രനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറ്റപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള സത്യം അവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവപുത്രന്റെ മഹത്വം എങ്ങനെ ദർശിക്കാം എന്നതാണ് ആ വാക്യം. 20 തൊട്ട് 24 വരെ ഉള്ള വാക്യങ്ങളിൽ യവനന്മാർ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് വന്നു. ആ വിഷയമാണ് നമ്മൾ വായിക്കുന്നത്. സ്വന്തം ജനം കർത്താവിനെ തള്ളിക്കളയുമ്പോൾ വിജാതികൾ കർത്താവിലേക്ക് ആകർഷ്ടരാകുന്നു. ഇന്നും യഹൂദന്മാർ ഹൃദയകാഠിന്യം സംഭവിച്ചതായി നിൽക്കുമ്പോൾ വിജാതികളാണ് സുവിശേഷത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് 24-ാം വാക്യത്തില് കർത്താവ് ഈ തേജസ്കരണം എന്താന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ചിലക്കൊരു കൺഫ്യൂഷനാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് തേജസ്കരണം എന്ന് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത്തെ കുറിച്ചല്ല ഇവിടെ കർത്താവ് പറയുന്നതിന് പറയാൻ കാരണം അതിന് തൊട്ട് താഴത്തെ വാക്യമാണ്. 24-ാം വാക്യത്തിൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാവും. കർത്താവ് പറയുന്ന ആ ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു ഉപമ കർത്താവ് തേജസ്കരണത്തോട് ബന്ധപ്പെട്ട് പറയുന്ന വിഷയം എന്താണെന്ന് വിശദീകരിക്കുന്നതാണ് താഴോട്ട് കാണുന്നത്. ആ തേജസ്കരണം കർത്താവിന്റെ ഗ്ലോറിഫിക്കേഷൻ അല്ല, മറിച്ച് കർത്താവ് മഹത്വപ്പെടുവാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മഹത്വം ഉണ്ടാകുവാനായിട്ട് പോകുന്നു എന്നുള്ള ആശയം. അപ്പൊ പുത്രൻ മരിക്കണം. കർത്താവ് തന്റെ മരണത്തെ കുറിച്ച് പറയാം, ഗോതമ്പ് മണി ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ഫലം ഉണ്ടാകത്തില്ല. കർത്താവിന്റെ മരണത്താൽ ആളുകൾക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അത് 25-ാം വാക്യത്തിൽ വരുമ്പോൾ പറയാം, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ ഉപരി ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ നഷ്ടപ്പെടുത്തും എന്ന് ഉപമ പറഞ്ഞു. 26-ലേക്ക് വരുമ്പോൾ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനെ വിരിക്കും. ഇത് ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ വിഷയം പറഞ്ഞത്. പ്രത്യേകിച്ച് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടുമാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ഇവർ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് കർത്താവ് ഒരു സൂചന കൊടുക്കുക. ഇനി നമ്മൾ 13-ാം അധ്യായം തൊട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ ശിഷ്യന്മാർക്കുള്ള പ്രബോധനമാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ഒരു വിഷയം 28-ാം വാക്യത്തിൽ വരുമ്പോൾ എടുത്തു പറയുകയാണ്. 27-ൽ വരുമ്പോൾ കർത്താവിന്റെ ഉള്ളം, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു. കർത്താവ് മരണത്തെ മുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ കോതമ്പ് മണി ചാകുന്ന വിഷയം പറഞ്ഞ് കർത്താവ് തന്റെ മരണത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, എൻ്റെ ഉള്ളം നൊന്ത് കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണം. കർത്താവിന്റെ മനുഷ്യത്വത്തിന്റെ തികവിൽ കർത്താവ് ദൈവസേനയിൽ തന്റെ പിതാവിന്റെ സേനയിൽ തന്റെ ഹൃദയം പകരുന്ന രംഗമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ ലക്ഷ്യം എന്താണെന്നാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഏത് നിമിത്തം? മരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ തേജസ്കരണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ നാഴിക വന്നിരിക്കുന്നു. ഇവിടെ 27-ാം വാക്യത്തിൽ പറയും, പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മാനുഷികമായ നിലയിൽ കർത്താവ് ആ അവസ്ഥയുടെ ഭയാനകത കാണുമ്പോൾ പിതാവിനോട് പറയുന്ന വിഷയമാണ്. എന്നാൽ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു സ്തോത്രത്തിന്റെ വാക്കാണ്, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. കർത്താവ് തന്റെ ലക്ഷ്യം തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ കൃത്യമായിട്ട് പറയുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ താൻ ഈ ഹൃദയം പകരുന്നുവെങ്കിലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും പിതാവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ലക്ഷ്യം നമുക്കറിയാം. ഈ കർത്താവിന്റെ ലക്ഷ്യം പിതാവിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ്. പിതാവിന് മഹത്വം ഉണ്ടാകണം. ഈ പിതാവിനുണ്ടാകുന്ന മഹത്വം പുത്രനുണ്ടാകുന്നതാണ്, പുത്രനുണ്ടാകുന്ന മഹത്വം പിതാവിനുണ്ടാകുന്നതാണ്. ഈ ലാസർ രോഗിയായി കിടന്ന സമയത്ത് അതിന്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും
ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. അപ്പോൾ ദൈവപുത്രൻ മഹത്വപ്പെടുന്നിടത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു. ആത്യന്തികമായിട്ട് രക്ഷാവേല കൊണ്ട് കർത്താവ് ഒരുക്കുന്ന രക്ഷണ്യ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഇവിടെ ഈ ക്രൂശീകരണ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ മരണത്തിന്റെ നാഴികയിലേക്ക് കർത്താവ് അടുത്തു വരുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് അവർക്കത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ കർത്താവിനെ രാജാവായിട്ട് പ്രതീക്ഷിക്കുന്നു. എന്നാൽ രക്ഷിതാവായി അവർക്ക് പ്രായശ്ചിത്തമായി മരിക്കുന്ന കർത്താവിന്റെ ആ ഒരു പ്രവചന നിവൃത്തി അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ കർത്താവ് പറയും, പിതാവെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. ഇത് കേട്ടപ്പോൾ ഇടി വെട്ടി എന്നാണ് ശിഷ്യന്മാർക്ക് തോന്നിയത്, പുരുഷാരത്ത് ജനത്തിന് തോന്നിയത് അല്ലെ. ഇത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു 29-ാം വാക്യം. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം എത്ര ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു വരുന്ന ഒരു വിഷയം, കുറെയൊക്കെ കർത്താവ് ടെക്നിക്കൽ ടേംസാണ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ കേൾവിക്ക് അത് മനസ്സിലാകത്തില്ല. പിന്നീടാണ് നമ്മൾ പെന്തക്കോസ്തിന് ശേഷം മുന്നോട്ട് കാര്യങ്ങൾ കടന്നു വന്ന് സഭ സ്ഥാപിക്കപ്പെട്ട് സഭയ്ക്കുള്ള ലേഖനങ്ങളിലും പ്രബോധനങ്ങളിലൂടെയാണ് ഇതിന്റെ ക്ലാരിറ്റി, വിശദീകരണം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ഈ പറയുന്നതിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ന്യായവിധി ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഓൾറെഡി ന്യായവിധി വന്നില്ല. ന്യായവിധി എവിടെയാ വരുന്നത്? ആ ന്യായവിധി ഇപ്പോൾ വരുന്നത് പുത്രന്റെ മേല. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധി പുത്രന്റെ മേലാണ് വരുന്നത്. ന്യായവിധി വന്നു കഴിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്കിൽ പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. നമ്മൾ വായിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭു പിശാചാണ്. പിശാചിന്റെ അധികാരത്തിന് കീഴിൽ ഭൂമി ആയിരിക്കുന്നു. എന്നാൽ ന്യായവിധി പുത്രൻ ഏറ്റെടുക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് ഈ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഈ 32-ാം വാക്യത്തിൽ കർത്താവ് ആ കാര്യം ക്ലിയർ ആക്കുകയാണ്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും അങ്കിലേക്ക് ആകർഷിക്കും. അതൊന്നും അവർക്ക് കേട്ടവർക്ക് അപ്പോൾ മനസ്സിലായില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളാലും സ്വർഗാരോഹണത്താലും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യമായ രക്ഷയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. മനുഷ്യരുടെ പാപത്തിന്മേൽ ദൈവത്തിന്റെ നീതിയുള്ള ശിക്ഷാവിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കുമായി ഒരുക്കപ്പെടുന്ന രക്ഷയെക്കുറിച്ചും പിശാചിന് അവരുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും കർത്താവ് അവിടെ സൂചന കൊടുക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോഴും ഇവർക്ക് ക്ലാരിറ്റി ഒന്നുമില്ല. എന്നാൽ കർത്താവ് പെന്തക്കോസ്ത് നാളിന് ശേഷം അപ്പോസ്തലന്മാർക്ക് ആ വിഷയങ്ങളിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രകാശനം കൊടുത്താണ് അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് ആ ലേഖനങ്ങൾ കൂടുതൽ വ്യക്തത ആ വിഷയങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഒന്ന്, കർത്താവിന്റെ പുത്രനെ മഹത്വപ്പെടുത്തുക. അതിന്റെ 20 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹത്വീകരണം എന്ന് പറയുന്നത്, അല്ലെ തേജസ്കരണം എന്ന് പറയുന്നത്, യേശു കർത്താവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുക, അല്ലെ പുത്രനെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് വരുന്നു എന്നതിന്റെ പ്രയോഗമാണ് ആ തേജസ്കരണം. ആ തേജസ്കരിക്കപ്പെടുവാനായിട്ടുള്ള സമയം, നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ആ തേജസ് വെളിപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് മാനവരക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് സമയം, നാഴിക അടുത്തിരിക്കുന്നു എന്നാണ്. അതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം, അല്ലെ പിതാവ് യേശു കർത്താവ് ഉദ്ദേശിക്കുന്ന വിഷയം പിതാവിന്റെ മഹത്വമാണ്. പിതാവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പുത്രന്റെ മഹത്വം കൂടിയാണ്. അതുകൊണ്ടാണ് മഹത്വപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നും മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വം ഉണ്ടാകും, എന്നേക്കും നിനക്ക് മഹത്വം വന്നിരിക്കുന്നു, നിന്റെ തേജസ്കരണം അല്ലെങ്കിൽ ആ ഗ്ലോറിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ വിഷയം മഹത്വീകരണത്തിൽ ഉൾപ്പെടുന്ന വിഷയമാണ് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. 32-ാം വാക്യം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം, ഈ മഹത്വീകരണ പ്രക്രിയ അല്ലെ തേജസ്കരണ പ്രക്രിയയിൽ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ നീതിയും സ്നേഹവും ഒരുമിച്ച് വെളിപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് അത് യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ട വിഷയം, പുത്രൻ പിതാവിനെ അനുസരണത്താൽ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമത്, രക്ഷാപ്രവൃത്തികൾ എല്ലാവരെയും രക്ഷിക്കുന്നതിലൂടെ യേശു കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട്, ദൈവത്തിന്റെ സമ്പൂർണ്ണ നീതിയും സമ്പൂർണ്ണ സ്നേഹവും ക്രൂശിൽ വെളിപ്പെടുന്ന ഇടമാണ് ക്രൂശ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മഹത്വം അവിടെ ഉണ്ടാകുന്നു.
ഞാൻ ഓൾറെഡി വാക്യം പറഞ്ഞാണ് 1 യോഹന്നാൻ 2:2. ക്രൂശിന്മേൽ സംഭവിക്കുന്ന വിഷയം സർവ്വലോകത്തിന്റെയും പ്രത്യേകിച്ച് വിശ്വാസികളുടെയും പാപത്തിന് പ്രായശ്ചിത്തമായി യേശു കർത്താവ് യാഗമർപ്പിക്കപ്പെടുന്നു. അവിടെയാണ് ദൈവസ്നേഹം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്. പാപിയായിരിക്കുന്ന മനുഷ്യന്റെ മേൽ ചൊരിയപ്പെടുന്ന ദൈവക്രോധം, ആ ദൈവകോപം മുഴുവനും പുത്രന്റെ മേൽ ചൊരിയപ്പെട്ടു. ആ ക്രൂശിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ, അതായത് ഗത്സമന തോട്ടം മുതൽ കാൽവരി കുരിശിന്റെ ഉന്നതിയോളം കർത്താവ് കടന്നു പോകുന്ന പീഡാനുഭവങ്ങൾ ഈ ദൈവനീതിയുടെയും ദൈവസ്നേഹത്തിന്റെയും വെളിപ്പാടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് മനുഷ്യരുടെ പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹം വെളിപ്പെടുത്തുകയും ദൈവത്തിന്റെ നീതിയുള്ള ശിക്ഷ സ്വന്തം ശരീരത്തിന്മേൽ ഏറ്റെടുത്ത് ദൈവനീതിയുടെ മഹത്വവും വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുന്നത് ഒരു കൺക്ലൂഡിങ് സെക്ഷനാണ് ഈ വിഷയത്തിന്റെ. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തതായിരിക്കുന്ന ശുശ്രൂഷകളുടെയും ചെയ്ത പ്രസംഗങ്ങളുടെയും ചുരുക്കം, രത്നചുരുക്കം. അവിടെ കർത്താവ് പറയുന്ന വിഷയങ്ങൾ നമുക്ക് 5 പോയിന്റ് ആയിട്ട് നമുക്ക് കാണാം. അതോടെ പറഞ്ഞ് 4 പോയിന്റോടെ 5 മിനിറ്റോടെ ഉണ്ട്, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ കർത്താവിന്റെ പബ്ലിക് മിനിസ്റ്ററിയുടെ കൺക്ലൂഷനിലേക്ക് കർത്താവ് വരികയാണ്. കർത്താവ് പബ്ലിക് മിനിസ്റ്ററിയുടെ അവസാനത്തിൽ വന്ന് പുരുഷാരത്തോടും ശിഷ്യന്മാരോടും ഒരേ സമയത്ത് കർത്താവ് മരിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ആശയം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ പ്രതീക്ഷിക്കുന്ന മശിഹ ഒരു രാജാവാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്. കർത്താവ് വന്നിരിക്കുന്നത് അവരുടെ രക്ഷിതാവായ മശിഹയായിട്ടാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത്, ഹോശന്ന എന്നവർ പറയുന്നത് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ്. അവരുടെ പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചല്ല പുരുഷാരം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കർത്താവ് ആ ഹോശന്ന അല്ലെങ്കിൽ രക്ഷിതാവാണ് മശിഹയായിട്ട് വന്നതിന്റെ ഉദ്ദേശം രാഷ്ട്രീയമായി വിടുതൽ ഒരു വശത്ത് വരുന്നുവെങ്കിലും ആത്മീകമായി അവർക്കുള്ള വിടുതലാണ് കർത്താവ് ആദ്യത്തെ ഘട്ടത്തിൽ കർത്താവ് അങ്ങനെ ഒരുക്കുന്നു. എന്നാൽ യോഹന്നാന് തന്നെ കർത്താവ് കാഴ്ച കാണിച്ചു കൊടുത്തു. മഹാപീഡനത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 12 മുദ്രയേൽക്കപ്പെട്ട, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേര് മുദ്രയേൽക്കപ്പെട്ടതിനോട് ചേർത്താണ് ആ വിഷയം പറഞ്ഞു വരുന്നത്. മഹാപീഡന കാലത്തോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ആ രാജാവായിട്ടുള്ള പ്രതാപത്തോടുകൂടിയുള്ള പ്രത്യക്ഷത കർത്താവ് കൃത്യമായിട്ട് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജാവായിട്ട് ഇസ്രായേലിന് വേണ്ടി കർത്താവ് ആക്ഷരികമായിട്ട് വരുന്ന രേഖ, ഒരു പോരാളിയായിട്ട് പടയാളിയായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്ന നിലയിൽ തന്നെ വരുന്ന മശിഹയെ അത് പക്ഷെ ഈ തലമുറ അത് കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് തന്റെ ജീവിത ലക്ഷ്യം പറഞ്ഞു, പിതാവിന് മഹത്വം ഉണ്ടാകണം. അതിന് 44 മുതൽ യേശു വിളിച്ചു പറഞ്ഞത്, കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഫൈനലി യേശു ആദ്യത്തെ ഈ സീനിന് ശേഷം അവിടെ നിന്ന് പോയി. പിന്നീട് കർത്താവ് വരികയാണ്. അനേകർ വിശ്വസിച്ചു, ചിലർ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ വിശ്വാസം ഒന്നും ഏറ്റു പറഞ്ഞില്ല. അങ്ങനെ സമ്മിശ്ര വികാരത്തോടെ ജനം നിൽക്കുമ്പോൾ കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. കർത്താവ് വന്നിട്ട് യേശു വിളിച്ചു പറഞ്ഞത് 4 പ്രധാന പോയിന്റാണ്. 44-45 വാക്യങ്ങളിൽ പിതാവും ഞാനും ഒന്നാകുന്നു. യേശു കർത്താവ് തന്റെ ദൈവത്വം ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. പൊതു സമൂഹത്തിന് മുമ്പാകെ യേശു കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനാണ് ആക്ഷരികമായ ദൈവം. യേശുക്രിസ്തു തന്റെ ദൈവത്വം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നു, തന്റെ ദൈവത്വം അവകാശപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു കർത്താവിനെ ത്യജിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. അതാണ് അതിന്റെ രത്ന ചുരുക്കം. യേശു കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞ, പരീശന്മാരെ സദൂക്യരെ, നിങ്ങൾ ന്യായപ്രമാണമൊക്കെ മുറുകെ പിടിച്ച് എന്റെ മുന്നിൽ നിൽക്കുന്നത് കൊള്ളാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ ത്യജിച്ച് പിതാവിനെ സേവിക്കുവാനോ പിതാവിൽ വിശ്വസിക്കാനോ കഴിയത്തില്ല, കാരണം ഞാനും പിതാവും ഒന്നാകുന്നു. കർത്താവ് ആശയം വളരെ കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ പറഞ്ഞു. 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവ് അവിടെ പറയുന്ന വിഷയം പാപാന്തകാരത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്രൻ വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവ് വ്യക്തമാക്കുന്ന വിഷയം എന്താ? ഞാൻ നിങ്ങളെ ഭരിക്കുവാനായിട്ട് ഒരു രാജാവായിട്ടല്ല പ്രാഥമികമായി വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളെ രക്ഷിപ്പാനായിട്ട് വന്നിരിക്കുന്നു. 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വിഷയം പറയുകയാണ്. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ കർത്താവ് തന്റെ ആദ്യത്തെ വരവിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് പറയാം. ഞാൻ ലോകത്തെ വിധിപ്പാനല്ല, രക്ഷിപ്പാൻ അത്ര വന്നിരിക്കുന്നത്. എന്നാൽ വിധിപ്പാനായിട്ട് കർത്താവ് ഇനി വരുന്നുണ്ടെന്നുള്ള സത്യം പിന്നീട് കർത്താവ് വെളിപ്പെടുത്തുന്നു. നമുക്ക് ആ വിഷയം അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ഈ പരസ്യ ശുശ്രൂഷയുടെ അവസാന നിമിഷത്തിൽ താൻ കാൽവരി ക്രൂശിലേക്ക്
നീങ്ങുവാനായിട്ട് ആ നാഴികയിലേക്ക് താൻ ചുവടുകൾ വയ്ക്കുമ്പോൾ ശിഷ്യന്മാർ ജനത്തോട് പറയാനായിട്ടുള്ള വിഷയം, വാഗ്ദത്ത മശിഹയായിരിക്കുന്ന ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിപ്പാനല്ല, ന്യായം വിധിപ്പാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക ലക്ഷ്യം. നാലാമതായിട്ട് 48-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ന്യായവിധി ഉറപ്പാണ്. ഞാൻ ഇപ്പോൾ ന്യായം വിധിപ്പാനാണ് അല്ല വന്നിരിക്കുന്നത്, രക്ഷിപ്പാനാണ്. പക്ഷെ എന്താണ്? ന്യായം വിധി ഉണ്ട്. നമ്മൾ 48-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. കർത്താവ് ഉറപ്പായിട്ടും പറയാണ്, നിങ്ങൾ എന്നിൽ അവിശ്വസിച്ച് കഴിഞ്ഞാൽ, എന്നെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായവിധിയുണ്ട്. 49-50 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന വിഷയം പിതാവിന്റെ ആധികാരികത അല്ലെങ്കിൽ ദൈവത്തിന്റെ ആധികാരികതയോടുകൂടിയാണ് കർത്താവ് ഇവരോട് സംസാരിച്ചിരിക്കുന്നതെന്ന്. ഇതിന്റെ എല്ലാം കൂടെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഞാൻ സാക്ഷാൽ ദൈവമാകുന്നു, ഞാൻ രക്ഷിതാവാകുന്നു എന്നുള്ള സമ്മറി കർത്താവ് കൊടുക്കുകയാണ്. പാപാന്ത കാലത്തിൽ കഴിയുന്ന ജനത്തിന് രക്ഷയുടെ വെളിച്ചമായി കർത്താവ് വന്നു എന്നുള്ളതാണ് ഈ 44 മുതൽ 50 വരെയുള്ള വാക്യത്തിന്റെ രത്ന ചുരുക്കം. അപ്പോൾ ഇവിടെ ഈ 12-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളോട് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ, അല്ലെങ്കിൽ യോഹന്നാൻ കർത്താവിന്റെ ജീവിതത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന വിഷയം, യേശു കർത്താവിനെ നമ്മൾ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അനുഗമിക്കുവാനായിട്ടോ വിശ്വസിക്കുവാനായിട്ടോ പാടില്ല. താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ പിൻഗമിച്ചാൽ തിരസ്കരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറും. അത് യഹൂദന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ വാസ്തവമായി താൻ ആരെന്ന് മനസ്സിലാക്കി നമ്മൾ പിൻപറ്റണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് പൊതുവായ ഒരു ജനറൽ നോളജ്, പൊതുവായിരിക്കുന്ന ഒരു അറിവല്ല, രക്ഷിതാവാണ് വരും എന്നുള്ള പൊതുവായ അറിവല്ല. ഈ കർത്താവിന്റെ രക്ഷണ വേല എന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണം. അതിനെ കർത്താവിനെ താൻ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കി വിധേയപ്പെടുവാനായിട്ട് ഇടയാകണം. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ, കർത്താവിന്റെ കൂടെ ആയിരുന്നപ്പോൾ ഇത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിലും ഒറ്റുകാരനായിരിക്കുന്ന യൂദ ഒഴിച്ച് ബാക്കി എല്ലാ അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്ന നാൾ മുതൽ അവർക്ക് അതിന്റെ ആധികാരികത കൂടുതൽ വ്യക്തമായി ക്ലാരിറ്റിയോടെ തെളിഞ്ഞു കിട്ടി. ഇന്ന് നമ്മൾക്കും പരിശുദ്ധാത്മാവിനെ കർത്താവ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ തരുന്നതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് ഈ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ക്ലാരിറ്റി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ ബോധ്യത്തോടു കൂടി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാനായിട്ട് ഇടയാകണം. കർത്താവിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പിതാവിനെ മഹത്വപ്പെടുത്തണം. പിതാവ് തന്ന വേല കൃത്യസമയത്ത് തികയ്ക്കണം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വേല തക്ക സമയത്ത് ആ നാഴികയിൽ തികയ്ക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ മഹത്വം വ്യക്തമായി മനസ്സിലാക്കി അനുഗമിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.